ഫെബ്രുവരി 11 ഞായറാഴ്ച. മാർക്കോസ് 1:40 മുതൽ 45 വരെ വാക്യങ്ങൾ. ഏറ്റവും പഴക്കമുള്ള രോഗങ്ങളിലൊന്നാണ് കുഷ്ഠരോഗം. പുരാതന നാഗരികതകളുടെ സാഹിത്യത്തിൽ കുഷ്ഠരോഗത്തെ വിവരിച്ചിട്ടുണ്ട്. മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന ഒരുതരം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വിട്ടുമാറാത്ത ഒരു പകർച്ചവ്യാധിയാണിത്. ഈ രോഗം ചർമ്മം, പെരിഫറൽ ഞരമ്പുകൾ, മുകളിലെ ശ്വാസകോശങ്ങൾ, കണ്ണുകൾ എന്നിവയെ ബാധിക്കുന്നു. കുഷ്ഠം ഭേദമാക്കാവുന്നതും പ്രാരംഭഘട്ടത്തിൽ ചികിത്സിച്ചാൽ വൈകല്യം തടയാൻ കഴിയുന്നതുമാകുന്നു. എന്നാൽ ശാരീരിക വൈകല്യത്തിനു പുറമെ കുഷ്ഠരോഗം ബാധിച്ച വ്യക്തികൾ നേരിടുന്ന വിവേചനം വളരെ വേദനാജനകമാണ്. കുഷ്ഠരോഗം നിലവിൽ ഏതാണ്ട് ലോകമെമ്പാടുമുള്ള 4 ലക്ഷത്തോളം ആളുകളെ ബാധിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് റിപ്പോർട്ട്. അതിൻ്റെ രൂപഭേദം മൂലം രോഗത്തിനെതിരായ കളങ്കം അതിൻ്റെ ഇരകളെ ഒറ്റപ്പെടുത്താനും അകറ്റി നിർത്താനും കാരണമാകുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ കുഷ്ഠരോഗി തിരസ്കരണത്തിൻ്റെ പ്രശ്നം വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അക്കാലത്ത് നിയമങ്ങളും വിശ്വാസങ്ങളും ഇതായിരുന്നു: കുഷ്ഠരോഗികൾ അശുദ്ധരും തൊട്ടുകൂടാത്തവരും ദൈവത്താൽ ശപിക്കപ്പെട്ടവരുമായിരുന്നു. ഒരു കുഷ്ഠരോഗി ഒരു ഗുരുവിനെ അല്ലെങ്കിൽ ഒരു വിശുദ്ധനെ സമീപിക്കുന്നത് അചിന്തനീയമായിരുന്നു. കല്ലെറിഞ്ഞ് ശിക്ഷിക്കാവുന്ന ഒരു കുറ്റമായിരുന്നു അത്. ഈ സുവിശേഷത്തിലെ കുഷ്ഠരോഗിക്ക് അത് അറിവുണ്ടാകണം. സമൂഹം ക്രൂരവും അനീതിയുമായി തീർന്നതിനാൽ ഒറ്റപ്പെടലിലും ഇല്ലായ്മയിലും അയാൾ ജീവിച്ചു. രോഗം പടരുമെന്ന് ഭയന്ന് താനും തന്നെപ്പോലുള്ളവരും സ്വന്തം കുടുംബം ഉൾപ്പെടെയുള്ളവരുമായി കൂട്ടുകൂടുന്നത് നിയമവിരുദ്ധമായിരുന്നു. യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ അവന് പ്രത്യാശയുടെ ഒരു മിന്നലാട്ടം അനുഭവപ്പെട്ടു. അവസാനം ഇരുട്ടിൽ വെളിച്ചമുണ്ടായി. അതുകൊണ്ട് അവൻ ധൈര്യം സംഭരിച്ച് രോഗശാന്തിക്കായി യേശുവിനെ സമീപിക്കുന്നു. അങ്ങനെ അവൻ സുഖം പ്രാപിക്കുകയും ചെയ്തു. എല്ലാവരും അവൻ്റെ അടുത്തെത്താൻ പോലും ഭയപ്പെടുമ്പോൾ യേശു അവനെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മിൽ പലരും ഒന്നിലധികം രീതികളിൽ തിരസ്കരണം അനുഭവിക്കുന്നുണ്ടാകാം. സുഹൃത്തുക്കളും അധ്യാപകരും തൊഴിലുടമകളും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ള ചിലർ നമ്മുടെ രൂപത്തെയും ശരീരഘടനയെയും വൈദഗ്ധ്യക്കുറവിനെയും വിചിത്രമായ പെരുമാറ്റത്തെയും നമുക്കുള്ള അസുഖങ്ങൾ മറ്റും മൂലം നമ്മെ അകറ്റി നിർത്തുന്നുണ്ടാകാം. ജീവിക്കാൻ നാം അർഹരാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. എന്നിട്ടും തിരസ്കരണത്തിൻ്റെയും ഇല്ലായ്മയുടെ നടുവിൽ നമുക്ക് തിരിയാൻ കഴിയുന്ന ഒരാളുണ്ട്. ഇനി വിഷമിക്കേണ്ട, കാരണം അവൻ നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അവൻ നമ്മെ ആശ്ലേഷിക്കും. ശാരീരികമോ വൈകാരികമോ ആത്മീയമായ ഏത് രോഗമാണെങ്കിലും അവൻ നമ്മെ സ്വീകരിക്കും. അവൻ്റെ പേരാണ് യേശു. പ്രിയപ്പെട്ടവരെ, നമുക്കവനെ വിളിക്കാം. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമുക്കാവശ്യമായ രോഗശാന്തി നൽകുകയും ചെയ്യും.
ഇന്നത്തെ ഈ രോഗശാന്തി അത്ഭുതം നമ്മിലെല്ലാവരിലും പ്രത്യാശയുടെ ഒരു കിരണം സൃഷ്ടിക്കട്ടെ. ലോകത്തിന് രോഗശാന്തിയും പുനഃസ്ഥാപനവും ആവശ്യമാണ്. നമ്മെ സുഖപ്പെടുത്താനും വീണ്ടും പുനഃസ്ഥാപിക്കാനും യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ അത്ഭുതത്തെക്കുറിച്ച് ലോകം മുഴുവൻ അറിയിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.